ഹായ് മക്കളെ! മക്കളെ നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ 10ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണ്. നമുക്കിനി 9 ദിവസവും കൂടി ഉള്ളൂ കേട്ടോ. ഇന്ന് ജൂൺ 15 സോ ഇനി 9 ദിവസവും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ കേട്ടോ. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിച്ച ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഓക്കെ. മക്കളെ വെക്ടർ അൽജീബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിനകത്തെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വെക്ടറിനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് ആണ്. മക്കളെ വെക്ടറിന്റെ കമ്പോണന്റ് ഫോമിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം പൊസിഷൻ വെക്ടർ എന്താണെന്ന് അറിയണം. അപ്പോൾ ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര അറിഞ്ഞാൽ മതി. ഐ, ജെ, കെ എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ കൂടെ കുറച്ച് നമ്പർ കാണും. 5, 2, 3 പ്ലസ്സോ മൈനസോ എന്തെങ്കിലും കാണും. അങ്ങനെയാണ് വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദേ ഒരു പോയിന്റ് തരുവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് OP എന്ന് പറഞ്ഞ് എഴുതും. നമ്മളിപ്പോൾ ഒരു വെക്ടറിൻ്റെ മുകളിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എഴുതുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വര ഇടുകയോ അല്ലെങ്കിൽ ഒരു ആരോ ഇടുകയോ ചെയ്യണം. അപ്പോൾ അത് വെക്ടർ എ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുമ്പോൾ AB എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുകളിലും ഒരു ആരോയോ ഒരു വരയോ ഇട്ട് വേണം നമ്മൾ വെക്ടറിനെ എഴുതാൻ. ഇതൊക്കെ നിങ്ങൾ അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. ഒന്നെങ്കിൽ ആരോ ഇടുക അല്ലെങ്കിൽ ഒരു വര ഇടുക. അതിനെ വായിക്കേണ്ടത് AB ബാറെന്നോ അല്ലെങ്കിൽ എ ബാറെന്നോ അല്ല, വെക്ടർ എ എന്നാണ് അല്ലെങ്കിൽ വെക്ടർ AB എന്നൊക്കെയാണ് വായിക്കേണ്ടത്. ഓക്കെ. ആദ്യം ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഓക്കെ. നമുക്കിപ്പോൾ ഒരു പോയിന്റ് തരുവാണെങ്കിൽ ഇവർ പറയുന്ന ആദ്യത്തെ കൺസെപ്റ്റ് ഒരു പോയിന്റ് തരുവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ദേ ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് തരുവാണ്. 2, 3, -4 ഒരു പോയിന്റ്. സോ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിനെ വെക്ടറാക്കി എഴുതുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് OP എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മുകളിലൊരു വരയിടാം. വെക്ടർ OP. ഒരു പോയിന്റിനെ വെക്ടറാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെക്ടർ OP എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ. ഇതിൻ്റെ കൂടെയൊക്കെ ഐ ജെ കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് ഇവിടെ 2i + 3j - 4k. ഇതിൻ്റെ മുകളിൽ ക്യാപ്പ് ഇടാം. ക്യാപ്പ് ഇട്ടില്ലെങ്കിലും മാർക്കൊന്നും പോകത്തില്ല. സോ ഇതാണ് ഒരു പോയിന്റിനെ വെക്ടറാക്കി എഴുതുക എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? സെറ്റായല്ലോ മക്കളെ? യെസ്. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്ന നോക്കി. മോഡുലസ് അഥവാ മാഗ്നിറ്റ്യൂഡ് എന്നാണ് ഇങ്ങനെ ഒരു വരയ്ക്കകത്ത് എഴുതുന്നത്. നമ്മൾ ഡിറ്റർമിനൻ്റ് പഠിച്ചു. ഡിറ്റർമിനൻ്റ് എന്നാണ് എഴുതുന്നതെന്ന്. ഇവിടെ ഡിറ്റർമിനൻ്റ് അല്ല, മോഡുലസ് എന്നോ മാഗ്നിറ്റ്യൂഡ് എന്നോ അതിനെ വായിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വായിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ മോഡുലസ് OP എന്ന് പറയുന്നത് √(x² + y² + z² ആണ്. അതായത് ഇവിടെ ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക അഥവാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ 2ൻ്റെ സ്ക്വയർ എടുക്കുക. എപ്പോഴും പോസിറ്റീവ് ആകുമെന്ന് വിചാരിച്ചാൽ മതി. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2². കാൽക്കുലേറ്റർ വേണേൽ അടിച്ചു നോക്കാം. 2² 4 പ്ലസ് ഇടുക എപ്പോഴും. കാരണം സ്ക്വയർ എടുക്കുമ്പോൾ എന്തായാലും നെഗറ്റീവ് വരത്തില്ല, പോസിറ്റീവ് ആകത്തുള്ളൂ. അടുത്ത 3യുടെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് -4ൻ്റെ സ്ക്വയർ. -4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആകത്തുള്ളൂ 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 4 20 29 എന്ന് കിട്ടും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. ഇതാണ് തുടക്കം നമ്മൾ പഠിക്കുന്ന കാര്യം, പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒരു പോയിന്റിനെ വെക്ടറാക്കി എഴുതാൻ പഠിച്ചു. അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാനും പഠിച്ചു. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണം, മനസ്സിലാക്കി പോകണം കേട്ടോ. ഇനി ഒരു വെക്ടർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബേസിക് സംഭവങ്ങളാണ് മക്കളെ പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഒരു വെക്ടറിനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ വെക്ടർ എന്താണെന്ന് ആദ്യം പഠിച്ചു. ഇനി അത് ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ A + B ഒന്നുമില്ല, എയും ബിയും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. ദേ എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. സോ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഐയുടെ ടേംസ് തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര വരും ഇവിടെ? 2 + 3 5i. നെക്സ്റ്റ് 3ഉം -2ഉം കാൽക്കുലേറ്റർ അടിക്കണമെങ്കിൽ അടിക്കാം. 3 + -2 എത്ര വരും? 1j. 1j എന്ന് ഇടാം, അല്ലെങ്കിൽ വെറും j എന്ന് ഇട്ടാലും കറക്റ്റാണ്. നെക്സ്റ്റ് ഇവിടുത്തെ 3, പിന്നെ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയല്ലേ, ഇവിടെ 1k എന്നാണ് കേട്ടോ മക്കളെ. 1k. അപ്പോൾ ഇവിടെ 3 പ്ലസ് ഇവിടുത്തെ 1, 3 1 4k. ഇതാണ് നമ്മുടെ A + B. ഓക്കെ, A + B നമുക്ക് കിട്ടി. ഇനി അപ്പോൾ A - B നമുക്ക് നോക്കാം. A - B എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇത് എയും
ഇത് ബിയും അല്ലേ? അത് മൈനസ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. 2 മൈനസ് 3. അപ്പോൾ 2 ന്ന് 3 കുറച്ചാൽ -1i. ഓക്കെ. 3 മൈനസ് -2 മക്കളെ കാൽക്കുലേറ്റർ ഇടുമ്പോൾ 3 മൈനസ് -2 എത്ര വരുമെടാ? 3 + 2 എന്നാകും. അതായത് 5j. അടുത്തത് 3 മൈനസ് 1. 3 ന്ന് 1 കുറയ്ക്കുമ്പോൾ 2k. സിമ്പിളായിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാവർക്കും അറിയാം. സോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ മക്കളെ? യെസ്, വളരെ വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ a + bയും a - bയും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളിത് ഇതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ദി വെക്ടേഴ്സ്. ഇവിടെ ചെയ്യേണ്ടത് a + b + c മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എയും ബിയും സിയും തന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്താൽ ഇവിടെ 1 പ്ലസ് ഇടുക, -2 പ്ലസ് ഇടുക, 1 ചുമ്മാ കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുക, ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. അഡിഷൻ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് യൂണിറ്റ് വെക്റ്റർ. ബേസിക് കാര്യം പഠിച്ചല്ലോ മക്കളെ. യൂണിറ്റ് വെക്റ്റർ എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയൽ. മക്കളെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ്. എ ബൈ മോഡ് എ. ഇപ്പോഴേ എഴുതി പഠിച്ചോ യൂണിറ്റ് വെക്റ്റർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ എഴുതാം. എ ക്യാപ് ഇസിക്കൽ ടു തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ്. അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ ഇസിക്കൽ ടു ഒരു 10 തവണ എഴുതിക്കേടാ. യൂണിറ്റ് വെക്റ്റർ ഇസിക്കൽ ടു തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ്. ഇങ്ങനെ ഒരു 10 തവണ അത് എഴുതി വെച്ചേ. ഈ യൂണിറ്റ് വെക്റ്റർ ഇസിക്കൽ ടു 10 തവണ എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ചു. തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ്, തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ്, വെക്റ്റർ എ ബൈ അതിൻ്റെ മോഡ്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ വരും. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് തന്നെ പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂണിറ്റ് വെക്റ്റർ ഇസിക്കൽ ടു അല്ലെങ്കിൽ എ ക്യാപ് ഇസിക്കൽ ടു യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചേടാ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്ന വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് അല്ലേ? തന്നിരിക്കുന്ന വെക്റ്റർ ഏതാണ്? എ എന്ന് പറയുന്ന വെക്റ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 2i + 3j + k. അത് അതേപോലെ അങ്ങ് എടുത്തെഴുതടാ. 2i + 3j + k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ്. അത് വേണേൽ നമുക്ക് സൈഡിൽ കണ്ടുപിടിച്ച് വെക്കാം. മോഡ് എ വേണേൽ ആദ്യം കണ്ടുപിടിച്ച് വെക്കാം. മോഡ് എ എന്ത് വരും? റൂട്ട് ഓഫ് എന്ത് വരും ഇവിടെ? 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഡയറക്റ്റായിട്ട് എഴുതി പോവാം. പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1. 9 1 10 4 14 റൂട്ട് 14 എന്ന് വരും നമ്മുടെ ആൻസർ. സോ ഇത് റൂട്ട് 14. ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ മതി. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി, പരിപാടി കഴിയും. ഓക്കെ. സിമ്പിൾ കൺസെപ്റ്റ് ആണ് മക്കളെ. സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഓഫ് ദി വെക്റ്റർ. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ. വെക്റ്റർ ഐ ഇസിക്കൽ ടു i + j + 2k. മക്കളെ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ ഇക്വേഷൻ എഴുതുക, ഇട്ട് കൊടുക്കുക. ഓക്കെ. ഈ സംഭവം തന്നെയാണ്. ഇതൊന്ന് നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതിയിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് ഒന്ന് പിൻ ചെയ്യും. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്യാൻ കറക്റ്റ് ആൻസർ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഓക്കെ ആവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടി കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഞാനത് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. കുറേ പേര് കറക്റ്റാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് എഴുതി വെച്ചോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവരും പഠിച്ച് കാണും ഇപ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇങ്ങനെയും ചോദിക്കാം. കൺസിഡർ വെക്റ്റർ തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പോൾ എ പാർട്ട് ചോദിച്ചിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മോഡ് എ കണ്ടുപിടിക്കുക. അറിയാലോ, മോഡ് എ കണ്ടുപിടിക്കുക അറിയാലോ. റൂട്ട് ഓഫ് കണ്ടുപിടിക്കുക. ബി പാർട്ട് എന്നിട്ട് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനോ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ പറയും. യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. അറിയാലോ, ഇക്വേഷൻ എപ്പോഴും എഴുതിക്കോണേ. വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് എ അല്ലെങ്കിൽ മോഡുലസ് എ. എപ്പോഴും ഇക്വേഷൻ എഴുതിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. രണ്ടും ചെയ്യാമല്ലോ ഹോംവർക്കായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്ര ഹോംവർക്ക് തന്നടാ? സമ്മിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 1,
ഇത് 2 ആയിട്ട് എഴുതിക്കോ. പിന്നെ 3. എടാ മക്കളെ ആരെങ്കിലും ഒരാൾ ഇത് കറക്റ്റായിട്ട് 1, 2, 3 എന്നിട്ട് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഉത്തരമാണെങ്കിൽ ഞാനത് പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ ഇഫ് എ ബി 2 പോയിന്റ് ആയിട്ട് തന്നിട്ട് നമ്മളോട് പറയാണ് അതിൻ്റെ യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറയും. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. മക്കളെ ആദ്യം നമുക്ക് എ ബി വേണം. ഫൈൻഡ് എ ബി. അപ്പോൾ 2 പോയിന്റ് തരുവാണെങ്കിൽ എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ് 2, 3, 1 ആണല്ലോ. ബി എന്ന് പറയുന്ന പോയിന്റ് 5, 3, -1 ആണല്ലോ. യെസ്. അപ്പോൾ എ ബി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കൾ, ഇത്ര ഓർത്താൽ മതി. ബിയിൽ നിന്ന് എ കുറയ്ക്കുക. ട്രിക്കാണേ. ശരിക്കും ഒ ബി മൈനസ് ഒ എന്നൊക്കെ പറയും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് കുറയ്ക്കുക. പി ക്യു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്യൂവിൽ നിന്ന് പി കുറയ്ക്കുക. എ ബി ആണെങ്കിൽ ബിയിൽ നിന്ന് എ കുറയ്ക്കുക. പി ക്യു ആണെങ്കിൽ ക്യൂവിൽ നിന്ന് പി കുറയ്ക്കുക. രണ്ടാമത്തെ സ്ഥാനത്തിൽ നിന്ന് ഫസ്റ്റത്തെ സംഭവം കുറയ്ക്കുക. അത് ഓർത്തിരുന്നു. ട്രിക്കാണ് ഇതൊക്കെ. വളരെ വളരെ സിമ്പിൾ ട്രിക്കാണ്. എ ബി അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 5ൽ നിന്ന് 2. കറക്റ്റ് അതിൻ്റെ പൊസിഷൻ തന്നെ വേണേ. ആദ്യത്തതും മൈനസ് ചെയ്യുക. എപ്പോഴും ബിയിൽ രണ്ടാമത്തേൽ നിന്ന് ആദ്യത്തെ മൈനസ് ചെയ്യുക. 5ൽ നിന്ന് 2 കുറയ്ക്കുക. 5 - 2 എത്രയാടാ? 3. അതിൻ്റെ കൂടെ ഐ ജെ കെ കൊടുത്താൽ മതി. വെക്ടർ അല്ലേ? യെസ്, 3 ആയി. അടുത്ത 3 - 3. നിങ്ങൾ തെറ്റിക്കല്ലേ. മൈനസും മൈനസും ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ കേട്ടോ. 3 മൈനസ് ഇടുക. ഫസ്റ്റത്തെ 3. 0 ജെ. 0 ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജെ എന്നിടല്. ആ ടേം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് -1 മക്കളെ. -1 -1. ഓക്കെ മക്കൾ, ഇവിടെ കുറച്ച് പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കിലാണേ. ഓക്കെ, ഇത് നോക്കണം. -1 ഇടുക. കാൽക്കുലേറ്റർ മൈനസ് അടിക്കുക. 1 അടിക്കുക. -1 -2k അല്ലേ? -1 തെറ്റിച്ച് കളയല്ലേ. ആദ്യം -1 അടിക്കുക. പിന്നെ മൈനസ്, പിന്നെ ഈ 1. അപ്പോൾ -2 എന്ന് വരും. -2k. അതാണ് നമ്മുടെ വെക്ടർ എ ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡൽസ് കണ്ടുപിടിക്കാമല്ലോ. മോഡ് വെക്ടർ എ ബി എന്ത് വരും? റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ 9, 0ൻ്റെ സ്ക്വയർ 0, -2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ അത് റൂട്ട് 13 വരും. ഓക്കെ, റൂട്ട് 13 വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയല്ലേടാ. തന്നിരിക്കുന്ന വെക്ടർ എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ട? എ ബിയുടെ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന എ ബി ബൈ അതിൻ്റെ മോഡുലസ്. എന്ത് രസമല്ലേ. തന്നിരിക്കുന്ന എ ബി എത്രയാടാ? എ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 3i + 0j - 2k ഡിവൈഡഡ് ബൈ റൂട്ട് 13. എന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3ആയിട്ടൊക്കെ എഴുതാറുണ്ട്. 3/√13 അങ്ങനെ എഴുതണമെന്നില്ല. ഇത്ര എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കൊടുക്കണമെന്നാണ് ആൻസർ കീ പറയുന്നത്. ഓക്കെ അല്ലേടാ? യെസ്, അതൊക്കെ. അപ്പോൾ അവിടെ സെറ്റായി, അതും സെറ്റായി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതേ നോക്കി അടുത്തത് a+b കണ്ടുപിടിക്കുക. എന്നിട്ട് a+bയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. എന്താണ്? a+b കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഇവിടെ ഒന്നുമില്ല. ദേ a+b കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ചെയ്താൽ മതി. a+b കണ്ടുപിടിക്കുക. ആഡ് ചെയ്യുമല്ലോ. എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു ഏത്? a+bയുടെ ആണ്. അപ്പോൾ a+bയുടെ യൂണിറ്റ് വെക്ടർ എന്നെങ്കിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയല്ലേ? ഏത് സാധനത്തിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ബൈ അതിൻ്റെ മോഡുലസ്. അപ്പോൾ അത് ബൈ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. സിമ്പിളായിട്ട് കിട്ടും. a+b കണ്ടുപിടിക്കുമല്ലോ. എന്തോ ഒരു സംഭവം ആയി അങ്ങനെ വരും. അതിൻ്റെ മോഡുലസും കണ്ടുപിടിക്കുക. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് എത്രയാടാ? 4 തോന്നല്ലേ ഇത്? 1, 2 ഹോംവർക്ക് 4 തോന്നുന്നു. യെസ്, 4. 4th ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കമൻറ്റ് ചെയ്യുക. ചെറിയ സംഭവമായതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്
വീണ്ടും അത് തന്നെ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. മക്കളെ ഇത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ബാച്ചിൽ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് പിള്ളേരെ സെറ്റാക്കിയിരിക്കുവാണ്. അപ്പോൾ നിങ്ങളും നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ച സംഭവം തന്നെ കണ്ടുപിടിക്കുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, ചെയ്തോളുക. വീണ്ടും അടുത്തത്, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെയാണ്. പി ക്യു കണ്ടുപിടിച്ചിട്ട് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ എന്തിൻ്റെ? പി ക്യൂവിൻ്റെ. അപ്പോൾ ഇത് പിയും ഇത് ക്യൂവും. പി ക്യു കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, പി ക്യൂവിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇത്രയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ പി ക്യു കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ക്യൂയിൽ നിന്ന് ബി മൈനസ് സി ആ, മാറിപ്പോലെ മറന്നുപോലെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. 5, 6 മക്കൾ. ഇത് ഹോംവർക്ക് എല്ലാം തരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടോ അല്ലാതെ കൊണ്ടല്ല ഹോംവർക്ക് തരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ മാറ്റി ചോദിച്ചിരിക്കുക. എങ്ങനെ പി ക്യു കണ്ടുപിടിക്കണത്? 4 നിന്ന് 1 കുറയ്ക്കുക, ഐ ഇടുക. 5 നിന്ന് 2 കുറയ്ക്കുക, ജെ ഇടുക. 6 നിന്ന് 3 കുറയ്ക്കുക, കെ ഇടുക. അപ്പോൾ പി ക്യു കിട്ടും. അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ്. റൂട്ട് ഓഫ് അതിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എഴുതുക. പി ക്യൂവിൻ്റെ എല്ലാം കണ്ടുപിടിക്കേണ്ട. അപ്പോൾ പി ക്യു ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നേരെ ഇട്ട് കൊടുക്കുക, കഴിഞ്ഞു. എന്ത് എളുപ്പമുള്ള സാധനമാണെന്ന് അറിയൂ ഇതൊക്കെ. യെസ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ച് ചോദിക്കുകയാണ്. ഒന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തി അവർ ചോദിക്കാൻ ചാൻസ് ഇത് ഇങ്ങനെയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കുകയാണ്, യൂണിറ്റ് വെക്ടർ അല്ല. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കുക. എത്ര? അതിന് 8 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ, നമ്മളോട് കടയിൽ ചെന്ന് മാങ്ങ മേടിക്കാൻ പറഞ്ഞു വെച്ചു. മാങ്ങയെന്ന് തന്നെ എഴുതാം. നമ്മളോട് മാങ്ങ മേടിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പോൾ വേണ്ട, മാങ്ങയെന്ന് പറയുമ്പോൾ കിലോ കണക്ക് വരും. നമുക്കിപ്പോൾ എന്ത് സാധനം വാങ്ങും? കടയിൽ ചെന്ന് കുറച്ച് സംഭവം വാങ്ങണം. മാങ്ങ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. മാങ്ങ വാങ്ങണമെങ്കിൽ ഒരു 5 കിലോ മാങ്ങ വാങ്ങാൻ പറയും, വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ ചെന്നിട്ട് 5 കിലോ മാങ്ങ വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം? 1 കിലോ മാങ്ങയ്ക്ക് എത്ര രൂപയാണെന്ന് അറിയണം അല്ലേ? 1 കിലോ മാങ്ങയ്ക്ക് എത്ര രൂപയാണെന്ന് അറിഞ്ഞാലേ 5 കിലോ മാങ്ങ വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 കിലോ മാങ്ങ വാങ്ങണോ, 5 കിലോ മാങ്ങ വാങ്ങണോ, 4 കിലോ മാങ്ങ വാങ്ങണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കണമെങ്കിൽ 1 കിലോയ്ക്ക് എത്രയാണെന്ന് അറിയണം. അല്ലേടാ മക്കളെ? 1 കിലോയ്ക്ക് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് 8 യൂണിറ്റുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 യൂണിറ്റുള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ 1 കിലോയ്ക്ക് 1 കിലോ മാങ്ങയ്ക്ക് ഇപ്പോൾ 50 രൂപയാണെന്നിരിക്കട്ടെ. 10 കിലോ മാങ്ങയ്ക്ക് എത്രയാടാ? 1 കിലോ മാങ്ങയ്ക്ക് 50. അപ്പോൾ 10 കിലോ മാങ്ങയ്ക്ക് എത്ര വരും? 10 കിലോ മാങ്ങയ്ക്ക് എത്ര വരും? സിമ്പിളായിട്ട് പറ. 1 കിലോയ്ക്ക് 50 ആണ്. അപ്പോൾ 10 കിലോയ്ക്ക് എത്രയായി? 500 ആയില്ലേ? എന്ത് ചെയ്യും നമ്മൾ? 1 കിലോയ്ക്ക് 50 ആണെങ്കിൽ 2 കിലോയ്ക്ക് 100 നമ്മൾ ഇൻറ്റു ചെയ്യും അല്ലേ? 50 × 2 നമ്മൾ മനസ്സിൽ തന്നെ ചിന്തിക്കും. അപ്പോൾ 1 കിലോയ്ക്ക് 50 ആണെങ്കിൽ 10 കിലോയ്ക്ക് 50 × 10 അല്ലേ? അതാണ് നമ്മൾ ചെയ്തത്. ആ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നോക്കിക്കോണേ. നമ്മൾ 8 യൂണിറ്റുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ 1 യൂണിറ്റുള്ള വെക്ടർ കണ്ടുപിടിക്കും. അതായത് യൂണിറ്റ് വെക്ടർ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ നിങ്ങൾ ആദ്യം എ എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. 5y - j + 2k. ഓക്കെ. എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ = ഇക്വേഷൻ എന്താ? അത് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ അതെന്ന് പറയുമ്പോൾ 5y - j + 2k ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരുവാടാ? മോഡ് എ കണ്ടുപിടിച്ച് വെച്ചേ. റൂട്ട് ഓഫ്, അല്ലെങ്കിൽ അവിടെ തന്നെ എഴുതിയാൽ മതി, താഴെ തന്നെ ഇങ്ങനെ റൂട്ട് ഓഫ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് വെച്ചേ. 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് -1 -1 ആണേ. -1ൻ്റെ സ്ക്വയർ എന്ത് വരും? 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ എത്ര വരും? 4. 25 1 26 റൂട്ട് 30 വരും അല്ലേ? 25ഉം 4 29 1 30. യെസ്, റൂട്ട് 30 വരും. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 1 യൂണിറ്റുള്ള വെക്ടർ കണ്ടുപിടിച്ചു. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. അതുകൊണ്ട് നമ്മൾ 1 യൂണിറ്റുള്ള കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടുന്ന എന്താണ്?
8 യൂണിറ്റുള്ള വെക്ടറാണ് അല്ലേ? അപ്പോൾ റിക്വയർഡ് വെക്ടർ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇത്. ഇത്രയേ ഉള്ളൂ പരിപാടി. 8 ഇൻറ്റു 5y മൈനസ് ജെ പ്ലസ് 2k ബൈ √30 എന്ന് എഴുതി വെച്ചാൽ മതി. ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇത്രയും സിമ്പിൾ കൺസെപ്റ്റാണ് ഇതെല്ലാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. എല്ലാം മാറിപ്പോലെ. ഈ വെക്ടർ കുറേ ഉണ്ട് പഠിക്കാൻ, പക്ഷേ മാറിപ്പോലെ കേട്ടോ. ഇപ്പോൾ ഞാൻ എത്രാമത്തെ ഹോംവർക്ക് തന്നു? 6 തന്നല്ലേ മക്കളെ? സെയിം ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരുവാണ്. തന്നെ ചെയ്യുക. ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഈ ഡയറക്ഷനുള്ള വെക്ടർ കണ്ടുപിടിക്കുക. 7 യൂണിറ്റ് ഉള്ളത് തന്നെ കണ്ടുപിടിക്കുമല്ലോ. കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക മക്കളെ. എത്ര പേർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇങ്ങനെ കിടിലിനായിട്ട് ഓരോ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. താമസിച്ചിട്ടില്ല. 9 ദിവസവും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. 5 ദിവസമെങ്കിലും എടുത്ത് നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. 500 രൂപയാണ് നമ്മുടെ ഫീസ്. ലാസ്റ്റ് ബാച്ചാണ്. താല്പര്യമുള്ളവർക്ക് റാപ്പിഡ് ചെയ്യുന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, താമസമൊന്നുമില്ല. അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. ഇപ്പോൾ രാവിലെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം ലൈക്ക് ചെയ്യും. കുട്ടികൾ കൂടുതൽ പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സേ ബാച്ചിൻ്റെ ലൈവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. തലേ ദിവസം കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണം മക്കളെ, മാക്സിമം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം മക്കളെ. ബൈ.